ഇല്ല തടയല്ല. തട കളയണ്ട. ദാദാ ഇവിടെ പാലടിച്ചിട്ട് എവിടെ നീ എടാ കുറച്ച് ചേമ്പ് തന്നെ. ഓ വിളിച്ച് കൂവിയൊന്നും നല്ലപ്പാ, നിന്നെ വിളിച്ചതല്ലേ സ്നേഹത്തോടെ. ഇതാ കുറച്ച് ചേമ്പ് കളിച്ചിനെ, അതിന്റെ തടി കൊടുത്തിന്. ഇതിനെ കൊണ്ട് നീ പെട്ടെന്ന് ഒന്ന് ആക്കിക്കോ. ചേമ്പ് കളിച്ചിനാ ഈ തടയോണ്ട് ആക്കണ്ടി ചേമ്പ് അത്രയില്ലല്ലോ. നീ തടയോണ്ട് അന്ന് ഒരു ഇതാക്കിട്ടേ അതാക്കണ അതാക്കിക്കോ. ഇത് കഴുകാന്നല്ലേ വേക്കെടുത്തിട്ട്. അപ്പൊ നമ്മുടെ തടയോണ്ട് ഇവളന്ന് ഒരു നല്ല തട സംഭവം ആക്കിന്. ആ സംഭവം കാണിച്ചു തരാ. ഇത് നല്ല സംഭവമാണ് കേട്ടാ. എന്നാ ഇതെല്ലാം എടുത്തിട്ട് അത് വേഗം ഒന്ന് കഴുകിയെടുക്ക്. ചുരിദാർ മാറ്റി മാക്സി ആക്കിയ ഈ സോഫ്റ്റ് സാധനമാണല്ലേ. ഇത് വേണ്ടല്ലേ. അതെയല്ലേ, ഇതെല്ലാം സോഫ്റ്റ് ആണല്ലേ. മുറിച്ച് കളയും, പിന്നെ അത്ര ഉണ്ടാവില്ല. നിലത്ത് വെക്കല്ല. അതത്രല്ലേ ഇല്ലു. ഇതാ അപ്പൊ നമ്മുടെ ചേമ്പിന്റെ തടയുടെ തോലെല്ലാം നല്ല വൃത്തി കളഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടാ, ഇത് ചേമ്പിനെ കാട്ടി സോഫ്റ്റ് ആണല്ലേ. ചേമ്പിനെ കാട്ടി സോഫ്റ്റ് സാധനമാണ്. ചെറിയ കഷ്ണാക്കി എടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ ചെറിയ കഷ്ണാക്കി ഇട്ടിട്ടുണ്ടേ. അപ്പോൾ കുക്കറിലിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് വേവിക്കാം. പുറത്ത് കളയല്ല. പുറത്തേക്ക് കുറേ പോകുന്നുണ്ടേ. വേവാൻ ആവശ്യമായി വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പ് പാകത്തിന്, കുറച്ചെന്ന് പറയുന്നു. ലേശം മഞ്ഞൾപ്പൊടിയേ, ലേശം. ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പിൻ്റെ തട നല്ല വൃത്തി പുഴുങ്ങിയെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഒരു ചട്ടി ഇനി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കറിവേപ്പിലയുണ്ട്, തേങ്ങ ചെറിയത്, 2 പച്ചമുളകുണ്ട്, നമ്മളെ വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത്, ഉലുവയല്ലേ ഇത്, വറ്റൽ മുളക്, കടുക്. ഇനി ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ,
വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ആ കടുകുട്ടിയായില്ലേ? ഇനി നമ്മുടെ ചെറിയ ഉള്ളി വെളുത്തുള്ളിയെ നമ്മുടെ കറിവേപ്പിലയും തേങ്ങയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വേവിച്ച് വെച്ച നമ്മുടെ ചേമ്പിൻ്റെ തടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ഓക്കെ ആയാ. അപ്പോൾ നമ്മുടെ ചേമ്പിൻ്റെ തട എന്നതിന് പറയല് ഉപ്പേരിയ വേവിച്ചത് റെഡി ആയിട്ടുണ്ടേ. ഇനി ചോറിനൊപ്പം കഴിക്കാം കേട്ടോ. ഓക്കെ കണ്ടാ നല്ല സോഫ്റ്റ് സാധനമാണ്. കഴിക്കുമ്പോൾ കാണിച്ചു തരാം. നല്ല വെന്ത് ചീഞ്ഞതാണ്. എന്താ സോഫ്റ്റ് പൊളിന ചോറ് തന്നെ. ഓക്കെ നല്ല സ്മെല്ല് അല്ലേ? അപ്പോൾ ഇന്നത്തെ ചോറ് കഴിക്കലായി. അപ്പോൾ കറി ഇന്നലത്തെ പുയ്യാപ്പിള നമ്മൾ ചോന്നമീൻ പറ്റിച്ചതിൻ്റെ ലേശം കറിയുണ്ട്. കാണി മതി. അപ്പോൾ നമ്മൾ ഉപ്പിട്ട ചെറുനാരങ്ങ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചേമ്പിൻ്റെ തട. ആദ്യം നമ്മുടെ ചേമ്പിൻ്റെ തട തന്നെ എടുക്കുക. ഉണ്ടാകുക സോഫ്റ്റ് ചോറിന് കുറച്ചിട്ടിട്ട് കുഴക്കാം. ഇത് ചോറിന് കഴിക്കുന്നതിനെക്കാട്ടിയും 4 മണിക്ക് ചായക്ക് കഴിക്കുന്നത് കൂടുതൽ നല്ലത്. സംഭവം സൂപ്പറാണ് കേട്ടോ. ചോറിന് വേറെ ഏതെങ്കിലും കറി വേണം. ചോറിന് ഉപ്പിരിയായിട്ടും കഴിക്കാം. നല്ല കട്ടൻ ചായയും ഇതേപോലത്തെ സംഭവം ഉണ്ടാകുന്നതാ. സൂപ്പറാണ്. ആ ചോറിന് മോശമല്ല ഞാൻ പറയുന്നത്. സംഭവം നല്ല ടേസ്റ്റാണ്. ചോറിന് പറയുന്നത് നല്ല കറിയാണ്. ഇന്ന് ചാറ് കറിയില്ല. ചോന്നമീൻ പറ്റിച്ചതല്ലേ പുയ്യാപ്പിള പറ്റിച്ച് വെച്ച ഇന്നത്തെ ബാക്കിയാണ്. രാത്രിയത്തിന്റെ ബാക്കി. ഇതെല്ലാം കൊത്തി നശിപ്പിക്കല്ലേ ഇന്നലെ ആൾക്കാർ. ഇതാർക്കും അങ്ങനെ അറിയില്ല അല്ലേ? സൂപ്പറാണ്. നല്ല ബഹുനിയാണ്. കുക്കറിലിട്ടൊരു 3 വിസിലേ വേണ്ടു. നല്ല ടേസ്റ്റുമാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇതെവിടെ ഉണ്ടാക്കണം. പിന്നെ അതിലത്തെ ഉലുവയിലും കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്നില്ലേ? ഉലുവ, ചെറിയ ഉള്ളി, തേങ്ങ. നമ്മ ഇങ്ങനെ തേങ്ങയുടെ ഇതെടുത്താടും ചേമ്പെടുത്താട് തേങ്ങ എടുത്താട് അതങ്ങ് കൊത്തിച്ചാടും അല്ലേ? നമ്മ ഇത് 1 2 ആക്കിനി. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കാണിക്കാൻ വേസ്റ്റ് അല്ലേ?
എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടാ.